സുഹൃത്തുക്കളെ, തിരുവല്ല നാളെ ജനവിധി നേടുവാൻ പോവുകയാണ്. അടുത്ത 5 വർഷം തിരുവല്ലയെ ആര് നയിക്കണം എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഓരോ തിരുവല്ലക്കാരനും നാളെ പോളിംഗ് ബൂത്തിൽ ചെന്ന് അവരുടേതായ മറുപടി ആ വോട്ടിംഗ് മെഷീനിൽ നൽകാൻ പോകുന്നത്. നിങ്ങൾ അങ്ങനെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മുമ്പേ തിരുവല്ലക്കാർക്ക് ഞാനൊരു പുസ്തകം പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. പത്തനംതിട്ട ജില്ലയിലെ തന്നെ പത്രപ്രവർത്തന രംഗത്ത് അധികായനായ, തിരുവല്ലക്കാർക്ക് ഏറ്റവും പ്രിയങ്കരനായ, വർഷങ്ങളോളം മലയാള മനോരമയ്ക്ക് വേണ്ടി പത്തനംതിട്ട ജില്ലയിൽ മലയാള മനോരമയുടെ തൂലിക ചലിപ്പിച്ച ക്രിസ് തോമസ് സാർ അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിലെ ഏടുകൾ എന്ന നിലയിൽ എഴുതിയൊരു പുസ്തകമാണത്. ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ ശേഷം ഉൾപേജിൽ എന്നാണ്. നല്ല ഒരു മുഖചിത്രമൊക്കെയുള്ള നല്ല ഒരു അവതാരികയൊക്കെ എഴുതിയേക്കുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ 89ാമത്തെ പേജിൽ ക്രിസ് തോമസ് സാർ 2014 സെപ്റ്റംബർ 11 മാർത്തോമാ സഭയുടെ ആസ്ഥാനമായ SC കുന്നിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. വളരെ സരസമായ രീതിയിലാണ് അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിലുണ്ടായ കാര്യങ്ങളെ പ്രതിപാദിക്കുന്നത്. മക്കളോടും കൊച്ചുമക്കളോടും ഒക്കെ ചോദിച്ച രീതിയിലാണ്. പക്ഷെങ്കിൽ 2014 സെപ്റ്റംബർ 11 SC കുന്നിൽ വെച്ച് ട്രേഡ് സെൻറ്റർ, അതായത് മാർത്തോമാ സഭയിലെ കച്ചവടക്കാരൻ, മാർത്തോമാ സഭയെ കച്ചവടം ചെയ്തവൻ എന്ന് തന്നെയാണ് അദ്ദേഹം പറയാതെ പറഞ്ഞിരിക്കുന്നത്, കച്ചവടക്കാരനെ സഭ പുറത്താക്കിയ ദിവസം ആണ് എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. പ്രകാശ് പി തോമസ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനാണ് ദാവീദിനും ഗോലിയാത്തും തമ്മിലുള്ള മത്സരത്തിൽ ദാവീദ കവണ വെച്ചെറിഞ്ഞ പോലെ ഈ ഗോലിയാത്തായ ഈ മാർത്തോമാ സഭയിലെ ട്രേഡ് സെൻറ്ററായ ഈ കച്ചവടക്കാരനെ മാർത്തോമാ സഭയിൽ നിന്നും പടിയടച്ച് പിണ്ണം വെച്ചത്. അതായത് മാർത്തോമാ സഭയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ലേ ട്രസ്റ്റി സ്ഥാനത്ത് നിന്നും പടിയടച്ച് പിണ്ണം വെച്ചതെന്നാണ് പറയുന്നത്. അതിന് മുമ്പ് ആ സഭയുടെ തന്നെ സെക്രട്ടറി ആയിരുന്ന വ്യക്തി, ട്രസ്റ്റി ആയിരുന്ന വ്യക്തിയാണെന്ന് പുറത്താക്കിയത്. ആ കാര്യം അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു പോകുന്നൊരു കാര്യമുണ്ടായി. ഒരു മെഴുകുതിരി പോലും കത്തിക്കാതെ ഈശ്വരൻ ഇടപെട്ടു എന്ന് അദ്ദേഹത്തിന് വിശ്വാസമുണ്ടായതാണ് അന്ന് ആ തെരഞ്ഞെടുപ്പ് എന്ന്. അന്ന് ട്രസ്റ്റി സ്ഥാനത്ത് നിന്നും ലേ ട്രസ്റ്റി സ്ഥാനത്ത് നിന്നും തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മാർത്തോമാ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും ഭീമമായ തോൽവി ഏറ്റുവാങ്ങിയ വ്യക്തി ഇന്ന് തിരുവല്ലയുടെ വികസന നായകനാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് നാളെ നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ ആ വോട്ടിംഗ് മെഷീനിൽ അദ്ദേഹത്തിൻ്റെ പേരും കാണും. അപ്പോൾ അദ്ദേഹത്തിന് നിങ്ങൾ ഒരു സഭയെ, താൻ ജനിച്ചപ്പോൾ തൊട്ട് വിശ്വസിച്ച് വന്ന ഒരു സഭയെ കച്ചവടവൽക്കരിച്ച ഒരു താരം നാളെ തിരുവല്ലയുടെ MLA ആയാൽ ഈ നാടിന് എന്താണ് അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. തിരുവല്ലയിലെ ഭൂമാഫിയക്കാരൻ്റെയും തിരുവല്ലയിലെ എല്ലാ കൂട്ടുകൃഷിക്കാരൻ്റെയും ഏജൻ്റായി കഴിഞ്ഞൊരു 10-15 വർഷമായി തിരുവല്ലയിലെ ഏത് വലിയ കച്ചവടം നടന്നാലും അതിൻ്റെ അറ്റത്ത് ഈ സ്ഥാനാർത്ഥിയുണ്ട്. കഴിഞ്ഞൊരു 10-15 വർഷമായി ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ സത്യത്തിൽ തിരുവല്ലയിലെ മാഫിയക്കാരാണ് ഇദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിന് ഫണ്ട് ചെയ്യുന്നത്. അപ്പോൾ തിരുവല്ല ഏറ്റവും കൂടുതൽ മധ്യ കേരളത്തിൽ NRI ക്യാപിറ്റൽ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യലുള്ള ഒരു നഗരത്തെ മാഫിയ അവർക്കൊരു MLA ഉണ്ടായി കൈപ്പിടിയിൽ ഒതുക്കുവാൻ വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അങ്ങനെ ഒരു മാഫിയക്കാരനെ നിങ്ങൾക്ക് നിങ്ങളുടെ MLA ആയി വേണോ എന്ന് നിങ്ങൾക്ക് നാളെ തീരുമാനിക്കാം. ഞാൻ ആ പുസ്തകത്തിൻ്റെ മുഖചിത്രവും, ക്രിസ് തോമസ് സാർ എഴുതിയ പുസ്തകത്തിൻ്റെ മുഖചിത്രവും, അതുപോലെ തന്നെ 89ാമത്തെ പേജിൽ അദ്ദേഹം 2014 സെപ്റ്റംബർ 11 നടന്ന സംഭവങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. എൻ്റെ ഈ വീഡിയോ കാണുന്ന ഒത്തിരി ആൾക്കാരുടെ വീടുകളിൽ ക്രിസ് തോമസ് സാർ എഴുതിയ ശേഷം ഉൾപേജിൽ എന്ന് പറഞ്ഞ പുസ്തകം കാണുമെന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹം തിരുവല്ലക്കാർക്കൊക്കെ പ്രിയങ്കരനായ വ്യക്തിയാണല്ലോ. അദ്ദേഹം എഴുതിയ പുസ്തകത്തിലെ ആ താള്, നിങ്ങൾ 89ാമത്തെ താളെടുത്ത് നമ്മുടെ തിരുവല്ലയിലെ ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ കാര്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അതോടൊപ്പം തന്നെ മാർത്തോമാ സഭ, ഈ ബുക്ക് എഴുതിയിട്ട് വർഷങ്ങളായ ബുക്കാണ്. മാർത്തോമാ സഭ ഈ നിമിഷം വരെ, ഞാൻ ഈ വീഡിയോ എഴുതുന്ന നിമിഷം വരെ ഈ ക്രിസ് തോമസ് സാർ എഴുതിയ ഉൾപേജുകൾ എന്ന് പറഞ്ഞ ഈ ശേഷം ഉൾപേജുകൾ എന്ന ബുക്കിനെ തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ മാർത്തോമാ സഭയുടെ അന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ സാർ എഴുതിയേക്കുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് പറയുകയോ ചെയ്യാത്തിടത്തോളം കാലം, വർഷങ്ങൾക്ക് ശേഷം ഈ ബുക്കെടുത്ത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ ആ സഭയെ കച്ചവടവൽക്കരിക്കാൻ ഇന്ന് തിരുവല്ലയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ശ്രമിച്ചിരുന്നു എന്ന് വ്യക്തമായി മാർത്തോമാ സഭ എൻഡോസ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഈ പുസ്തകത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട്
ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ എന്നേലും ഒരു പ്രസ്താവന വരേണ്ടതായിരുന്നു. മസ്തോമ സഭ ഈ ശേഷം ഉൾപേജുകൾ എന്ന് പറഞ്ഞ പുസ്തകത്തെ ഇന്ന് വരെ തള്ളിപ്പറയാത്തപ്പോൾ അന്ന് നടന്ന സംഭവവും യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ ഈ ട്രേഡ് സെൻറ്റർ, അതായത് മർത്തോമ സഭയിലെ ട്രേഡ് സെൻറ്ററായ പ്രവർത്തിച്ച വ്യക്തിയെ ഈ പ്രകാശ് പി തോമസ് തോൽപ്പിച്ചു എന്നതും സത്യമാണ്. അത് ഭീകരമായ വോട്ടുകൾക്കാണ് തോൽപ്പിച്ചതെന്നതും സത്യമാണ്. അപ്പോൾ പ്രകാശ് പി തോമസിൻ്റെ 2014 ഒരു ഫേസ്ബുക്ക് പോസ്റ്റും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തിരുവല്ലയിലെ ഓരോ വോട്ടറും ഇനി ഒരു ദിവസം കൂടെ ഉള്ളൂ, നാളെ നിങ്ങൾ പോവുകയാണ് തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ. നിങ്ങൾ ബുദ്ധിപൂർവ്വം വിവേകപൂർവ്വമായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും വോട്ട് ചെയ്യുകയും തിരുവല്ലയ്ക്ക് ആരെയാണ് വേണ്ടത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. തിരുവല്ലയിൽ 20 വർഷമായി തിരുവല്ലയെ ഭരിക്കുന്ന ഒരു MLA ഉണ്ട്. അതുപോലെ തന്നെ മാഫിയക്കാർക്ക് വേണ്ടി കഴിഞ്ഞ 10-15 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട്. അതുപോലെ തന്നെ തിരുവല്ലയിൽ NDAയുടെ സ്ഥാനാർത്ഥിയായി ഒരു ചെറുപ്പക്കാരൻ മത്സരിക്കുന്നു. അദ്ദേഹത്തെ പ്രധാനമന്ത്രി തന്നെ എൻ്റെ വലം കൈയാണ് എന്ന് തിരുവല്ലയിലെത്തി പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഓഫീസിൽ ജോലി ചെയ്ത് കഴിഞ്ഞ കുറേ നാളായി അദ്ദേഹവും അഴിമതി കാണിച്ചിട്ടില്ല. മാത്യു ടി തോമസ് അഴിമതി കാണിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മാത്യു ടി തോമസിൻ്റെ കഴിഞ്ഞ 20 വർഷത്തെ പ്രവർത്തനവും നിങ്ങൾ ഒന്ന് പരിശോധിച്ചതിന് ശേഷം ഈ 3 പേരിൽ നിങ്ങൾക്ക് ബോധ്യമുള്ള സ്ഥാനാർത്ഥിയെ, അതുപോലെ തിരുവല്ലയെ കച്ചവടവൽക്കരിക്കത്തില്ലെന്ന് ഉറപ്പുള്ള വ്യക്തിയെ, അതുപോലെ തിരുവല്ലയ്ക്ക് എന്തെങ്കിലും വികസനം മുരടിപ്പുണ്ടെങ്കിൽ അത് മാറ്റുമെന്ന് വിശ്വാസമുള്ള വ്യക്തിക്ക് നിങ്ങൾ വോട്ട് ചെയ്യാനുള്ള എൻ്റെ ഒരു എളിയ അഭ്യർത്ഥനയാണ്. അപ്പോൾ എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല നമസ്കാരം.